ഇത് വെള്ളക്കടവ് ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണമൊക്കെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. കേസൊക്കെ ആർക്കും എപ്പോഴും വരുമല്ലോ. ആർക്കാ കേസ് വരാത്ത? രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഒരുപാട് കേസുകൾ വരും. മാധ്യമ പ്രവർത്തകരുടെ പേരിൽ കേസില്ലേ? നിങ്ങളെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഇടപെട്ടില്ലേ? ഇതുപോലെ അനീതിപരമായ പ്രശ്നങ്ങൾ പണ്ട് നേരത്തെ മേയർ പറഞ്ഞില്ലേ, സൂചിപ്പിച്ചില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വന്നില്ലേ? അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ ജില്ലാ പ്രസിഡന്റാണ്. ആ സമയത്ത് റോഡ് ഉപരോധിച്ച് ഞങ്ങൾ കേസെടുത്താണ്. മാധ്യമ പ്രവർത്തകരുടെ പേരിലും നിങ്ങളുടെ പേരിലും ഞങ്ങളുടെ പേരിലും കേസെടുത്ത് ആ കേസ് നിലനിൽക്കുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകരാകുമ്പോൾ കേസുകൾ പ്രതിയാകുക എന്നൊക്കെ സ്വാഭാവികമാണ്. നിരപരാധിയായ സമയത്തൊക്കെ അറിയാത്ത കേസുകൾ പ്രതിയാവും, സ്വാഭാവികമാണ്. പക്ഷെ പോലീസ്, BJP ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, ഭീകരവാദ സംഘടനയല്ല, അല്ല അവിടെ നിരോധിക്കപ്പെട്ട സംഘടനയല്ല. ഞങ്ങളുടെ പ്രവർത്തകരെയൊക്കെ ഇങ്ങനെ ആക്രമിക്കാൻ ഒരു സാഹചര്യം മറ്റു സ്ഥലങ്ങളൊന്നും ഇല്ല. പട്ടികൾക്കാവ് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്താ? അത് അന്വേഷിച്ച് നിങ്ങൾ. ഈ SHO വിപിൻ ഈ കാണിക്കുന്ന ഈ അനീതി ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ ജനാധിപത്യപരമായിട്ടും നിയമപരമായിട്ടും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ വേറെ സംഘർഷമൊന്നും സൃഷ്ടിക്കാൻ പോയില്ലല്ലോ. പോലീസിനെ ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് കമ്മീഷൻ ഓഫീസ് മാർച്ച് നടത്തിയത് 2 മാസം മുമ്പ് അല്ലെ? ഞങ്ങൾ വളരെ സമാധാനം. നിങ്ങളെല്ലാം പ്രതികരിച്ചല്ലോ എന്തോ സംഭവം നടക്കുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരെ പങ്കെടുത്തത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞ് അച്ചടക്കത്തോടെ നമ്മൾ നിയമപരമായിട്ടാണ് പോലീസിനെ കണ്ണു തുറക്കാൻ വേണ്ടി ഞങ്ങൾ സമരം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വെറുതെ ഉണ്ടാക്കിയിട്ട് വിഷയമാണ്. നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതിനെതിരെ ശക്തമായി നിങ്ങളും പറയണം. ഒരു കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് ഭാര്യയും മക്കളെയും ഒക്കെ അതിക്രമിച്ച് കയറുക, വീട് അതിക്രമിച്ച് കയറുക. അപ്പം സൂര്യന്റെ ഭാര്യ പറഞ്ഞത് മഴയത്ത് ഒതുങ്ങി നിൽക്കട്ടെ എന്ന് ചോദിച്ചാൽ അകത്ത് കയറിയുന്നതാണ്. വളരെ സമാധാനം, ഇത് ഷർട്ടിടാൻ പോലും അനുവദിക്കാതെ ഭീകരമായി ഇത്രയും ഒരു സാഹചര്യം ഒരുക്കേണ്ട ഒരു കാര്യമില്ല.